മീനാക്ഷി ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത കാര്യമാണ് ബോഡി ഷെയ്മിങ്. ഇപ്പം വന്ന് വന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാർ ബോഡി ഷെയ്മിങ്ങും കഴിഞ്ഞ് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്കുള്ള, നമുക്ക് ചില ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള എന്താ ഹേറ്റ്രഡിലേക്കൊക്കെ മീനാക്ഷി അതൊക്കെ സ്റ്റിൽ ഫേസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർ, എനിക്കറിയില്ല ആൾ അത്രയും ക്ലോസ് ആണ്, പക്ഷെ മീനാക്ഷിയുടെ സ്കൂൾ മേറ്റ് മീനാക്ഷി ടെലിവിഷനിൽ അത്രയും ഷൈൻ ചെയ്ത് നിൽക്കുന്ന ടൈമിൽ മീനാക്ഷി എടുത്ത് ഒരു ബോഡി ഷേമിങ് സംതിങ് റിലേറ്റഡ് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫഹദ് ഫാസിലിന്റെ മോളായിട്ട് അഭിനയിക്കാൻ നീയോ എന്നുള്ള രീതിയിൽ അതാ കേട്ട ടൈമിൽ മീനാക്ഷിക്ക് എന്താ ശരിക്കും തോന്നി? കാരണം അത്രയും നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നു, ടെലിവിഷൻ സ്ക്രീനിൽ നമ്മളെ കാണുന്നു ആൾക്കാർ ഇപ്പം ബിഗ് സ്ക്രീനിലും കണ്ട്, ഐ മീൻ OTT കണ്ട് ഫഹദിന്റെ മോളായിട്ട് അഭിനയിച്ച ആ ഒരു ലെവലിൽ മീനാക്ഷി നിൽക്കുമ്പോൾ പെട്ടെന്ന് മീനാക്ഷിയുടെ ഫ്രണ്ട്, ലൈക് മീനാക്ഷിക്ക് വേണ്ടി ഹാപ്പി ആവേണ്ട വ്യക്തി, she was not my friend basically. She was just my like schoolmate, classmate പോലെ, schoolmate or something. മറന്നു. ആ ഒരു അതൊക്കെ ടൈമിൽ ഞാൻ മറന്നേ പോയി. അതാ ഞാൻ പറഞ്ഞു, എനിക്കൊക്കെ 100 കാര്യങ്ങളുണ്ട് ആലോചിക്കാൻ വേണ്ടിട്ട്, ആരാന്ന് പോലും ഞാൻ മറന്നു. ആ ഒരു ടൈമിൽ എന്തായിരുന്നു പെട്ടെന്ന് അത് കേട്ടപ്പോഴത്തേക്കും തോന്നിയത്? പുള്ളിക്കാരുടെ സംശയം എന്തായിരുന്നു, ഞാൻ ഫഹദിന്റെ മോളായിട്ട് ഞാനോ? അതെ, ഞാൻ. കണ്ടില്ലേ, കണ്ടപ്പോ സംശയമൊക്കെ മാറിയില്ലേ? എനിക്കത് തന്നെയല്ലോ എല്ലാവരുടെയും സംശയം, ഞാൻ ചെയ്യുന്നുണ്ടോ അത് നീയോ? ആ, ഞാൻ കണ്ടില്ലായിരുന്നോ? അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാവും. ഐ മീൻ, പറ്റില്ല എന്ന് പറയുന്നവരോട് പറ്റും. ലൈക്ക് ഐ ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. ആക്ഷൻസ് വഴി എല്ലാം പ്രൂവ് ചെയ്ത് ആൾക്കാരുടെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള നോഷൻസ് എല്ലാം ബ്രേക്ക് ചെയ്ത് കൊടുത്തോണ്ടിരിക്കല്ലേ. അത് കിട്ടിയോ എന്നൊക്കെ? ആ, ഞാൻ സിനിമ കണ്ടില്ലായിരുന്നോ? മീനാക്ഷി ഉണ്ടെങ്കിൽ ആൾക്കാർ ഡെയിൻ എവിടെ നിന്ന് ചോദിക്കും, ഡെയിനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ മീനാക്ഷി എവിടെ നിന്ന് ചോദിക്കും. ഇനി നിങ്ങൾ എല്ലാരും കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ആൾക്കാർക്ക് വേറെ ആരെയും കാണണ്ട, മീനാക്ഷി ഡെയിൻ മീനാക്ഷി DM MD, ഇതാണ് ഞാൻ എല്ലായിടത്തും ഞാൻ കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ കാണുന്നത്. ഡെയിൻ എന്നൊരാള് മീനാക്ഷിയുടെ കംഫർട്ട് ക്യാരക്ടറായിട്ട് കൊണ്ടുവരാൻ മീനാക്ഷി ഡെയിനിൽ കണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയായിരുന്നു? മേ ബി എനിക്ക് തോന്നുന്നു അവൻ ഭയങ്കര ഫണ്ണിയാണ്. നമുക്ക് ജോക്സ് ക്രാക്ക് ചെയ്ത ആളുകളിലേക്ക് എത്താനുള്ള ദൂരം വളരെ കുറവാണ്. ബിക്കോസ് നമ്മൾ തമാശ പറയുന്നവരുടെ അടുത്ത് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ നമ്മൾ മനഃപൂർവ്വം സ്പെൻഡ് ചെയ്ത ടൈമും അല്ല. ബിക്കോസ് നമ്മൾ കൊറോണയുടെ സമയത്താണ് അവിടെ ഷൂട്ട് ചെയ്തിരുന്നത്. ആ സമയത്ത് നമുക്ക് വീട്ടിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും സ്ഥലത്ത് സ്റ്റക്കാണ്. ഞങ്ങൾ രണ്ടുപേരും ഡെയിലി രാവിലെ എണീക്കുക, ഞങ്ങൾ രണ്ടര മോൻ കാണുക, ഷൂട്ടുള്ള സമയത്ത് ഷൂട്ടിന് പോവുക, മിക്ക ദിവസവും ഷൂട്ടുണ്ടാവും, ഷൂട്ടിന് പോവുക, ഇല്ലാത്ത സമയത്ത് രാവിലെ എണീക്കുക. ഡോർ തുറക്കുമ്പം അവിടെ ഒരു ഹോം സ്റ്റേ ആണ്, അവിടെ അങ്കിളും ആന്റിയും ഉണ്ട്. അങ്കിളുടെ അടുത്ത് ചായ ചോദിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇവനെ രാവിലെ കാണുന്നത്. വേറെ ആരും ഇല്ല സംസാരിക്കാനൊന്നും. ഫോണിലൊക്കെ നമ്മൾ എത്ര നേരം ഇരിക്കും. ഞാനും അതെ അവനും അതെ, അധികം സമയം ഫോണിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴാണ് പിന്നെ റീൽസ് ഒക്കെ വന്ന് നോക്കാൻ തുടങ്ങി. അന്നലെ വേറെ ഒന്നും ഇല്ല, ചെയ്യാനില്ല. എന്തെങ്കിലും നെറ്റ്ഫ്ലിക്സിലോ പ്രൈമിലോ എന്തെങ്കിലുമൊക്കെ സിനിമകളൊക്കെ കാണുക എന്നല്ലാതെ വേറെ ഒരു പണിയും ഇല്ല. അപ്പോൾ പിന്നെ ആകെയുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയമാണ്. വേറൊരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുമ്പോൾ, അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു റൂമിൽ തന്നെ ആവണമെന്നില്ല, ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കുറേ നമ്മുടെ റോ സൈഡ്സ് കണ്ടു തുടങ്ങും. നമ്മൾ എന്താണെന്നുള്ളത് ശരിക്കും കാണും. ഡെയിലി രാവിലെ എണീക്കുന്നതും നമ്മുടെ ആ ഒരു ഗോട്ട് റെഡി ഫേസ് അല്ലാതെ ആ ഒരു ഐസ് ബ്രേക്ക് ഭയങ്കരമാണ്. അപ്പം അത് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം വി ഗോട്ട് ലൈക്ക് കുറേ പ്ലെന്റി ഓഫ് ടൈം ടു സ്പെൻഡ്. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിക്കും. ഞങ്ങൾ രണ്ടുപേരും ആണെങ്കിൽ മറ്റേ കെട്ടുവിട്ട വട്ടം പോലെ ഞങ്ങള് എന്തെങ്കിലും ഒരു ടോപ്പിക് കിട്ടിയാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഥകളുണ്ട് പറയാൻ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറേ കഥകളുണ്ട് പറയാൻ. എന്തെങ്കിലും ഒരു ടോപ്പിക് തുടങ്ങിയാടാ, എന്നിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവനും ഉണ്ടൊരു കഥ, അതിനെ ലിങ്ക് ചെയ്ത് പോകുമ്പോ എനിക്കും ഉണ്ടൊരു കഥ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഥ പറച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും ഫുള്ളിരുന്ന് ഇങ്ങനെ പോയിക്കോളും. ഞങ്ങൾ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്ത സമയങ്ങളുണ്ട്. ഇങ്ങനെ വർത്താനം പറഞ്ഞു രണ്ടുപേർക്കും കുറേ ഉണ്ട് പറയാനായിട്ട്. അതുകൊണ്ട് അതാണ് ആ കംഫർട്ട് സോണിലേക്ക് വരാനുള്ളൊരു കാരണം. ഡെയിനെ ആദ്യം കണ്ടപ്പോഴത്തേക്കും മീനാക്ഷിക്ക് തോന്നി ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു? ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെ കണ്ടപ്പോ എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ
അത് കഴിഞ്ഞിട്ട് ഞങ്ങള് നായികാനായകനിൽ സംസാരിച്ചപ്പോ ഇവനെന്തോ എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്ക് അത്ര എനിക്ക് അത്ര ഇതായില്ല. അത് ഞാനോട് അങ്ങനെ ഞങ്ങൾ പിന്നെ അധികം ഫ്രണ്ട്സ് ഒന്നും ആയിട്ടില്ല. ഇവൻ അങ്ങനെ നായികനായിക കണ്ടസ്റ്റൻസിനോട് അധികം സംസാരിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉടൻപണത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ് എന്തായാലും സംസാരിക്കണമല്ലോ, കാരണം നമ്മൾ രണ്ട് മാത്രമേ ഉള്ളൂ. സംസാരിച്ചാണ് നമ്മൾ പറയില്ലേ, ഈ ആദ്യം നമുക്ക് കാണുമ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത പേഴ്സൺസ് പിന്നെ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവും. അതുപോലെ ഡെയിനിൽ മീനാക്ഷിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം? ഇഷ്ടമുള്ള കാര്യം ഈ പറഞ്ഞ പോലെ ഹീസ് എ വണ്ടർഫുൾ പേഴ്സൺ ടു സ്പെൻഡ് ടൈം വിത്ത്. ഭയങ്കര ഫണ്ണിയാണ്, ഭയങ്കര ജോക്ക് ക്രാക്ക് ചെയ്യാന്ന് പറയുന്ന ഒരാളുടെ ക്യാരക്ടറിലെ ഒരു ബോണസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തമാശകൾ കേട്ടോണ്ടിരിക്കാനും ഭയങ്കര ഇഷ്ടം. അവൻ ഒത്തിരി തമാശകൾ പറയും. എന്തെങ്കിലുമൊക്കെ ഇപ്പം അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അവൻ സമ്മതിച്ചു തരും. അവന്റെ കുറവുകൾ അവൻ തമാശകളായിട്ടാണ് പറയുന്നത്, വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ്. നെഗറ്റീവ് പറയാനാണെങ്കിൽ എനിക്കൊന്നും ആൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇച്ചിരി ഷോർട്ട് ടൈം പാടാണ്. തിരിച്ചാണെങ്കിലോ, ഡെയിന് മീനാക്ഷിയിൽ ഇഷ്ടമുള്ള ഒരു കാര്യം, ഇഷ്ടമല്ലാത്തൊരു കാര്യം? എനിക്ക് തോന്നുന്നു എന്റെ വർത്താനം പറച്ചിൽ തന്നെ ആയിരിക്കും. ലൈക്ക് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് അവൻ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത് അവനും ഈ പറഞ്ഞ കണക്ക് ഡെയിനെ സംബന്ധിച്ചിടത്തോളം ഡെയിൻ്റെ ഇന്നർ സർക്കിളിലേക്ക് കയറാൻ കുറച്ച് പാടാണ്. അങ്ങനെ കയറിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ അടുത്ത് അവനെ പറയാം, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകളിൽ ഒരാളാണ് ഞാൻ. ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് മീനാക്ഷി രവീന്ദ്രൻ. അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ടും മീനാക്ഷി ഇടയ്ക്കിടെ ആരാധകരെ ഞെട്ടിക്കാറുണ്ട്. പ്രേമലു എന്ന ചിത്രമാണ് മീനാക്ഷിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുന്ന സിനിമ. ഇതിനിടയിൽ നിരവധി അഭിമുഖങ്ങളും മീനാക്ഷി നൽകിയിട്ടുണ്ട്. താൻ ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള ആളൊന്നുമല്ല, സ്കൂളിൽ പോയി പഠിച്ച് പത്രോസ് ആവാനൊന്നുമല്ല പോയിരുന്നത്, എൻജോയ് ചെയ്യാനായിരുന്നു താൻ പോയിരുന്നത്. താൻ ഇപ്പോഴും തൻ്റെ സ്കൂളിൽ പോകാറുണ്ട്. തൻ്റെ ടീച്ചേഴ്സുമായിട്ടും പ്രിൻസിപ്പലുമായിട്ടും ഒക്കെ കോണ്ടാക്റ്റ് ഉണ്ട്. താൻ അവരോടൊക്കെ ചാറ്റ് ചെയ്യാറുമുണ്ട്. താൻ LKG പഠിക്കുമ്പോഴുള്ള തൻ്റെ പ്രണയത്തെ പറ്റിയും മീനാക്ഷി പറയുന്നുണ്ട്. അഖിൽ രവി എന്ന കുട്ടിയായിരുന്നു പ്രണയം. ആ പ്രണയം കഴിഞ്ഞിട്ട് തനിക്ക് തല്ലൊടിഞ്ഞ നേരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ പ്രണയിക്കാൻ പറ്റിയില്ല. അഖിൽ രവിയോടുണ്ടായിരുന്നത് പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല. തനിക്കെന്ന് സുരേഷ് ഗോപി സാറിനോടുണ്ടായിരുന്നതായിരുന്നു ശരിക്കും പ്രണയം. അത് അങ്ങേരോട് പറയാൻ പറ്റിയില്ല എന്നും തമാശ രൂപേണ മീനാക്ഷി പറയുന്നുണ്ട്. ഡെയിൻ ഡേവിസും മീനാക്ഷിയുമാണ് നമുക്ക് മുന്നിലെ ഓൺ സ്ക്രീൻ കപ്പിൾസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉടൻ പണം എന്ന പരിപാടിയിൽ ഇരുവരുടെയും കോംബോ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു കോംബോ തന്നെയായിരുന്നു ഡെയിൻ ഡേവിസിൻ്റെതും മീനാക്ഷിയുടേതും. ഇപ്പോൾ തങ്ങൾ തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് മീനാക്ഷി. എഡ്യൂക്കേഷൻ +2 കഴിഞ്ഞിട്ട് ആ ഡിപ്ലോമ എന്നുള്ള എഡ്യൂക്കേഷൻ അല്ലാതെ ഐ ഡോണ്ട് ഹാവ് എ ഡിഗ്രി. അത് ഇറ്റ്സ് ദേ ഡെഫിനറ്റ്ലി എഡ്യൂക്കേഷൻ ഇസ് ലൈക്ക് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ എന്നാലും എനിക്ക് അതിന് മേലെ ഒരു എക്സ്പോഷർ ജോലിയിലൂടെ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. And I'm so happy that I could take care of my family, like my age of 19, I guess. Yeah, 19. Yeah, at my age of 19. അത് എൻ്റെ പ്രായത്തിൽ എല്ലാവരും പഠിക്കുക സാർ. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരു 5 ഡിജിറ്റ് സാലറി വെച്ച്, ഏത് ചെറിയ 5 ഡിജിറ്റ് സാലറി അല്ല, നല്ലൊരു 5 ഡിജിറ്റ് സാലറി വെച്ച് ഐ കുഡ് ടേക്ക് കെയർ ഓഫ് മൈ ഫാമിലി. സോറി. ആ സമയത്ത് എൻ്റെ അച്ഛൻ റിട്ടയർ ആയിരുന്നു. റിട്ടയറായി 1 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടും. അച്ഛൻ ജൂണിൽ റിട്ടയറായി, ജൂലൈയിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ സാധാരണ അച്ഛന്മാർക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ജോലി കഴിഞ്ഞ് നമ്മളുടെ ഒരു ഏർണിങ് ഇതവിടെ കഴിഞ്ഞു, ഒരു ഏർണിംഗ് മെമ്പർ നിന്നു. അച്ഛൻ്റെ പെൻഷൻ ഉണ്ടെന്നല്ല, ഒരു ഏർണിംഗ് മെമ്പർ അവിടെ ബ്രേക്ക് ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന അച്ഛന്മാർക്ക് പൊതുവെ ഒരു ടെൻഷൻ. മീനാക്ഷി സ്റ്റെപ്പ് അപ്പ് ചെയ്തു. അപ്പം ഐ കുഡ് ടേക്ക് ദറ്റ് ലീഡ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇപ്പോഴും പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അന്ന് അത്രയും അതെനിക്ക് തോന്നുന്നു എൻ്റെ പേരൻസും ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു. ഉറപ്പായിട്ടും 19ാമത്തെ വയസ്സില് മോള് ഏൺ ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് പിന്നെ ഒരു ടെൻഷൻ ഇല്ലല്ലോ അവിടെ. ഓക്കെ, മോളുടെ ലൈഫ് സെറ്റിൽഡ് ആയി. പക്ഷെ അത്രയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടും ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ജോബ് ഉണ്ടായിരുന്ന ടൈമിൽ അത് വേണ്ട, ഞാൻ ഇനി എൻ്റെ പാഷൻ ഫോളോ ചെയ്യാന്ന് ആ ഒരു റിസ്ക് ഫാക്ടർ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തല്ലോ. ആ ടൈം എങ്ങനെയായിരുന്നു? മീനാക്ഷിക്കല്ല, ചുറ്റിനുള്ളവർക്ക്.
ചുറ്റിനുള്ള ഫാമിലി ആണെങ്കിൽ ഞാൻ സംസാരിച്ചു വീട്ടിൽ അച്ഛൻ എന്തായാലും ഞാൻ ഇന്റർനാഷണൽ എയർലൈൻസ് എവിടെയെങ്കിലും പോകണം എന്ന് ആലോചിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം എന്നുള്ളൊരു പരിപാടി പിടിച്ചപ്പോൾ ഞാൻ അച്ഛനടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഞാൻ റിസൈൻ ചെയ്തോട്ടെ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ചെയ്യണ്ടെന്നൊന്നും എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞത് ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം കേട്ടോ. ഡെഫിനറ്റ്ലി ഇത്രയും മറ്റേ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോലി കളഞ്ഞ് നമ്മൾ തീരെ ഉറപ്പില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർക്കൊക്കെ എന്തായാലും ടെൻഷൻ ഉണ്ടാവും. അപ്പം എൻ്റെ അടുത്ത് അച്ഛൻ പക്ഷെ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. മോള് നോക്കിയിട്ട് ആലോചിച്ചിട്ട് ഇത്രേ പറഞ്ഞുള്ളൂ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ചെയ്തു. നല്ല ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു. ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു. ബിക്കോസ് എനിക്ക് അതുകൂടെ ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ എനിക്കൊന്നും അറിയില്ല എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത്. അപ്പൊ ഒരു തുടക്കം കിട്ടിയതാ. I thought ചുമ്മാ let's give it a try. Why not?